മോഡിഫിക്കേഷൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു മുതലാണ് ഫോക്സ് വാഗൻ്റെ പോളോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോഡിഫിക്കേഷനൊക്കെ പറ്റിയ ഒരു കിടിലൻ ഫോക്സ് വാഗൻ പോളോ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഷോറൂമിൽ വരെ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് നടക്കണമെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെക്കാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറയാം. 2019 മോഡലിൽ വരുന്ന ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 62,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 4,90,000 രൂപ മാത്രമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ പ്രൈസിൻ്റെ ഒരു പ്രീമിയം കാറാണ്. അതായത് 2006 മോഡലിലൊരു പ്രീമിയം, അതായത് അന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യാത്തൊരു മോഡലും കൂടി ആയിരുന്നു കേട്ടോ. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് തന്നെ ആയിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഒരു പ്രൈസിംഗ് ഒന്നും പൊതുവെ ആൾക്കാർക്ക് പ്രിഫറബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വാഹനം കൂടുതൽ ചൂസ് ചെയ്യാതിരുന്നത്. മാത്രമല്ല ഒരു ഡീസൽ വാഹനമാണ്. ഈ ഒരു വാഹനം സെഡാൻ മോഡലാണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിന് 2 പ്രത്യേകതകളുണ്ട്. അതായത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സെഡാൻ മോഡൽസ് നമ്മൾ പൊതുവേ ബൂട്ട് തുറക്കുന്ന സമയത്ത് ഈ ഒരു ബൂട്ട് മാത്രമായിരിക്കും ഓപ്പൺ ആവുക. പക്ഷേ ഇതിൻ്റെ ഡിക്കി ഗ്ലാസ് വരെ ഓപ്പൺ ആവുന്ന ടൈപ്പാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 2006 മോഡലാണ്, 4th ഓണർഷിപ്പിലാണ്, ഡീസൽ വാഹനമാണ്, CRDI എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. വെറും 68,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. അന്നും ഇന്നും ഒരുപോലെ വിറ്റൊഴിക്കപ്പെടുന്ന ഒരു മുതലാണ് മാരുതി സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ടൈപ്പ് 2 വരുന്ന മാരുതി സ്വിഫ്റ്റ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഡീറ്റെയിൽസ് വരുന്നത് 2016 മോഡലിൽ വരുന്ന VXA എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 60,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ്. മാത്രമല്ല ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 4,90,000 രൂപ മാത്രമാണ്. മൊഞ്ചോണ്ട് മാത്രം വിറ്റ് പോണ 2 കിടിലൻ മുതലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, ഹ്യൂണ്ടായി എലൈറ്റ് i20 തന്നെ. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് ഹ്യൂണ്ടായി എലൈറ്റ് i20. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 2018 മോഡലിലെ 2 ന്യൂ ഷേപ്പ് വാഹനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം വരുന്നത് 2018 മോഡലിൽ വരുന്ന ആസ്റ്റ വേരിയന്റിൽ വരുന്ന 62,000 കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. അടുത്തത് വരുന്നത് 2018 മോഡലിൽ തന്നെ വരുന്ന മാഗ്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന 60,000 കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്ന മറ്റൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു ആസ്റ്റ വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് വെറും 5,60,5,000 രൂപയും ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ പ്രൈസ് വരുന്നത് വെറും 5,35,000 രൂപയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ 2 വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഒരു സെഡാൻ എക്സിക്യൂട്ടീവ് വാഹനം എന്ന് ആലോചിക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിലേക്ക് ആദ്യം കയറി വരുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിടിലൻ ഹോണ്ട സിറ്റി പെട്രോൾ എഞ്ചിനിലെ വാഹനമാണ്. ഡീറ്റെയിൽസ് വരുന്നത് 2017 മോഡൽ വരുന്ന V വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. വെറും 53,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 7,45,000 രൂപ മാത്രമാണ്. മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. പുതിയ മോഡലിൽ സ്വിഫ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന മോഡലാണ് ഈ ഷേപ്പിലുള്ള സ്വിഫ്റ്റ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ന്യൂ ഷേപ്പിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് 3 സിലിണ്ടർ എഞ്ചിനും ഈ വാഹനങ്ങൾ 4 സിലിണ്ടർ എഞ്ചിനുമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലൂ കളറിലുള്ള സ്വിഫ്റ്റ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 2 കിടിലൻ ബ്ലൂ കളറിൽ വരുന്ന VXA വാഹനങ്ങളാണ്. ഒരു മാനുവൽ ട്രാൻസ്മിഷനും ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും. ആദ്യം നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുന്നത് 2019 മോഡൽ വരുന്ന VXA വേരിയന്റിലാണ്. 92,000 കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന വാഹനമാണ്. അടുത്തത് വരുന്നത് 2020 മോഡൽ വരുന്ന വെറും 37,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെയിം VXA വേരിയന്റിൽ വരുന്ന കമ്പനി സർവീസും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും കാര്യങ്ങളും റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് 6,75,000 രൂപയും ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 5,40,000 രൂപയാണ്. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് 1 lakh എബോ റൺ ചെയ്ത വാഹനങ്ങൾ പൊതുവെ കംപ്ലൈൻറ്റ്സ് ആയിരിക്കുന്നുള്ളത്. അത് വെറും തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മളൊരു 90,000 കിലോമീറ്റേഴ്സൊക്കെ റൺ ചെയ്തൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 1 lakh ആയി. പിന്നെ ആ ഒരു വാഹനം പിന്നീടും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് 1 lakh എബോവ് റൺ ചെയ്തിട്ടും വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാത്ത നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നല്ലൊരു കിടിലൻ വാഹനമാണ്. അതും ചെറിയ പ്രൈസിനാണ് കേട്ടോ നമ്മൾ ഈ ഒരു വാഹനം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. 2015 മോഡലിൽ വരുന്ന സെലീറിയോ VXI AMT ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ്. 1 lakh എബോവ് റൺ ചെയ്തിട്ടുള്ള വാഹനമാണ്. 3rd ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 3,15,000 രൂപ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നല്ല ക്വാളിറ്റി വാഹനത്തിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഈ ഒരു വാഹനത്തിന് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലയെന്ന് മാത്രമല്ല, ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്.